വന്നിട്ടുള്ള എല്ലാ അതിഥികളെയും നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ കോൺഗ്രസിൻ്റെ വാർഡ് പ്രസിഡന്റ് സാദിഖിനെ ക്ഷണിച്ചോളൂ. ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ മുൻ വൈസ് ചാൻസലർ ദിലീപ് സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ബ്ലോക്ക് പ്രസിഡന്റ് ഹബീബിക്ക ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതൊക്കെ എല്ലാവരെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി അഭിവന്ദനായ ഡോക്ടർ ദിലീപ് കുമാർ അവർകളെ ക്ഷണിച്ചോളൂ. പ്രിയപ്പെട്ട അധ്യക്ഷനടക്കം വേദിയിലുള്ള പ്രിയപ്പെട്ടവരെ, ഞാനിത് സ്വാഗതം പറഞ്ഞ സ്ഥിതിക്ക് പേരെടുത്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. 2 സഹോദരിമാർ നമ്മളോടൊപ്പമുണ്ട്, 2 വാർഡിലെ സ്ഥാനാർത്ഥികൾ. ഇത് ദേവയാനിയുടെ ഇലക്ഷൻ ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ് എന്നുള്ളതും അതിൽ തൊട്ടടുത്ത വാർഡിൻ്റെ സഹോദരിയും പങ്കെടുക്കുന്നു എന്നുള്ളതും വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഈ ഇലക്ഷനെ ഞാൻ ചെറുതായിട്ട് കാണുന്നില്ല. ഈ ഇലക്ഷനെ നിങ്ങൾ ഒരിക്കലും ചെറുതായിട്ട് കാണാനും പാടില്ല. കാരണം സാധാരണ രീതിയിൽ ഈ ഇലക്ഷന് സംഭവിക്കുന്ന ഒന്ന് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ ബന്ധങ്ങൾ വെച്ചുകൊണ്ട് പലരും പല രീതിയിലും പ്രവർത്തിക്കും. കാരണം ഒരു കുടുംബത്തിൽ തന്നെ 2 അഭിപ്രായമുള്ളവരുണ്ടെങ്കിൽ പോലും കുടുംബത്തിൽ നിന്നൊരു സ്ഥാനാർത്ഥി ഏതെങ്കിലും പക്ഷത്ത് നിൽക്കുമ്പോൾ അവർക്ക് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടരും അല്ലാതെയും ഒക്കെ ഉള്ളപ്പോൾ പൊളിറ്റിക്കലായിട്ട് കാണണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതിനെ രാഷ്ട്രീയമായിട്ട് തന്നെ കാണണം. UDF എന്ന് പറയുന്ന ബൃഹത്തായ ഒരു സംഘടന, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അടക്കം ഉള്ള കോൺഗ്രസ് പാർട്ടി നയിക്കുന്ന ഒരു വലിയ സംഘടനയുടെ ബാനറിലാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ മത്സരിക്കുന്നത്. ചെറിയ കാര്യമല്ല. ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിൻ്റെ ആ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് അത് ചെറുതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഒരു ചെറുപ്പക്കാരൻ ഓടി നടക്കുകയാണ് ഇന്ത്യൻ ഭരണഘടനയും കയ്യിൽ പിടിച്ചുകൊണ്ട്. വോട്ട് അട്ടിമറിക്കുന്നു, വോട്ട് ചോരി. സത്യത്തിൽ സത്യമാണ്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുഴുവൻ സത്യമാണ്. അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ കഴിയുന്നില്ലവർക്ക്. കാരണം കൃത്യമായ രീതിയിൽ ഇൻഫോർമേഷൻ വെച്ചുകൊണ്ട് PPT പ്രസന്റേഷനിലൂടെയാണ് തമിഴ്നാട്ടിലും നമ്മുടെ ഇവിടെ കർണാടകയിൽ എങ്ങനെ വോട്ട് അട്ടിമറി നടത്തി എന്നുള്ള PPT പ്രസന്റേഷനിലോട് കൂടിയാണ് അദ്ദേഹം ആദ്യം തുടങ്ങുന്നത്. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ബീഹാറിൽ വോട്ട് അട്ടിമറിക്കപ്പെട്ടു. കുറച്ചൊന്നുമല്ല, ബീഹാറിലൊരു പാരലൽ സംവിധാനം പോലും, വോട്ടിംഗ് മെഷീന് പോലും ആ ഒരു ഇതിനെക്കുറിച്ച് സംശയം ജനങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ പറയുന്നത് ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം. ആര് ജയിക്കുന്നു എന്നുള്ളത് നമുക്ക് വിഷയമല്ല. അത് X ജയിച്ചാലും Y ജയിച്ചാലും ആര് ജയിച്ചാലും ഏത് പാർട്ടി ജയിച്ചാലും നമ്മൾ വോട്ട് രേഖപ്പെടുത്തുന്നത് നമുക്ക് തന്നെ ആവുകയും നമുക്ക് വോട്ട് രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം നിലനിൽക്കുകയും ചെയ്യുമ്പോൾ വോട്ട് അട്ടിമറിക്കപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ അത് വലിയ ഒരു ബുദ്ധിമുട്ട് പിടിച്ചൊന്നാണ്. അത് എവിടെയും സംഭവിക്കാവുന്നതാണ് എന്ന് നമ്മൾ ചിന്തിക്കുക, ഏത് സാഹചര്യത്തിലും. അതുകൊണ്ട് നമ്മൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കേണ്ട കാലഘട്ടമാണ്. അപ്പോൾ നമ്മുടെ ഈ വോട്ടർ പട്ടിക പുതുക്കുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. SIRന്റെ നാളെ കൊണ്ട് അതിൻ്റെ കാലാവധി ഏതാണ്ട് കൊടുക്കേണ്ടതാകുന്നു. പിന്നെ കുറച്ച് ദിവസം കൂടി ഉണ്ടെന്നൊക്കെ പറയപ്പെടും. എന്തുമാവട്ടെ, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. നമ്മളിതിനെ രാഷ്ട്രീയമായിട്ട് കാണണം. കേരളത്തെ സംബന്ധിച്ച് ഈ ഇലക്ഷൻ എന്ന് പറയുന്നത് നഗരസഭയിലേക്കും അതല്ല എങ്കിൽ പഞ്ചായത്തിലേക്കും അതുമല്ല എങ്കിൽ കോർപ്പറേഷനിൽ നടക്കുന്ന ഇലക്ഷൻ രാഷ്ട്രീയമായ ഒരു ഏറ്റുമുട്ടലാക്കി മാറ്റണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. നെഞ്ചിൽ കൈവച്ച് ഞാൻ പറയുന്നു, ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടുപോകുന്ന ഇടതുപക്ഷ മുന്നണിക്ക് കേരളം ഭരിക്കാനുള്ള അധികാരം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ എനിക്കും നിങ്ങൾക്കും തർക്കമല്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ സഖാക്കള്, സാധാരണക്കാരായ സഖാക്കള്, വേറൊന്നും ആഗ്രഹിക്കാതെ അവരിൽ നിന്നൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ നിൽക്കുന്ന സഖാക്കളായിട്ടുള്ള സാധാരണ ആളുകൾ പറയുന്നു ഈ ഭരണം അവസാനിപ്പിക്കണമെന്ന് പറയുന്നു. അവർക്ക് പുറത്തു പറയാൻ പറ്റില്ല. പുറത്ത് പറഞ്ഞാൽ പിന്നെ അവർക്ക് നിലനിൽപ്പില്ല. അതാണ് കാലഘട്ടം. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മളൊരു ഇലക്ഷനെ നേരിടുമ്പോൾ നമുക്ക് പരിമിതികൾ ഉണ്ടെങ്കിൽ ആ പരിമിതികളെ മറികടക്കുന്ന ഒരു മനസ്സ് നമുക്ക് ആവശ്യമാണെന്ന് ഞാൻ പറഞ്ഞു. ഇതൊരു ജനാധിപത്യ ഏറ്റുമുട്ടലാണ്. ജനാധിപത്യ ഏറ്റുമുട്ടൽ എന്ന് പറയുന്നത് നമ്മളുടെ വിശ്വാസങ്ങളുടെ, നമ്മളുടെ സത്യസന്ധതയും അത് തെളിയിക്കപ്പെടേണ്ട ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ബന്ധങ്ങൾ എന്തുവാകട്ടെ,
സുഹൃത്ത് ബന്ധങ്ങളുണ്ടാവാം, മറ്റു പല ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിലും പൊളിറ്റിക്കലായിട്ട് തന്നെ ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. സ്നേഹബന്ധങ്ങളിലൂടെ കിട്ടാവുന്ന പരമാവധി വോട്ട് നമ്മൾ നേടണം. അതെല്ലാം വേണം. ഒരു 30-35% ആളുകളെ ഈ രാഷ്ട്രീയം മാത്രം നോക്കാതെ വോട്ട് ചെയ്യുന്നവരാണ് കേരളത്തിൽ. അത് നമ്മൾ മറന്നു പോകരുത്. ഇന്ന പാർട്ടിക്ക് ചെയ്തോളാം എന്നല്ല. ഇവിടെ എന്ത് കഴിഞ്ഞ അല്ലെങ്കിൽ നമ്മുടെ വാർഡിൽ എന്തൊക്കെ ഉണ്ടായി, അതല്ലെങ്കിൽ ഏതൊക്കെ കാര്യത്തിൽ നമ്മൾ കൂടെ നിൽക്കും എന്ന് ചിന്തിക്കുന്ന, നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന 35% വോട്ടുണ്ട്. അവരാണ് നമ്മളെ ജയിപ്പിക്കുന്നത്. ഞാൻ പറയാറുണ്ട് പല യോഗങ്ങളിലും, ഇപ്പോൾ 10,000 കോൺഗ്രസ്സുകാർ ചേരുന്ന ഒരു യോഗത്തിൽ കോൺഗ്രസ് അനുഭാവികൾ വന്ന് ഒരു വലിയ നേതാവ് സംസാരിച്ച് കൈയടിച്ചു പോയി. എത്ര വോട്ട് അതുകൊണ്ട് കൂടി എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കമ്മ്യൂണിസ്റ്റുകളായ 15,000 ആയിക്കോട്ടെ, ഞാൻ കൂട്ടി പറഞ്ഞേക്കാം, അവർ വന്ന് ചേർന്നു, അവർ കൈയടിച്ചു പോകുന്നു. രംഗത്തോട്ടിനിറങ്ങിക്കഴിയുമ്പോൾ അതൊരു സമ്മേളനമായി മാറുന്നതല്ലാതെ പുതിയതായിട്ടൊരു വോട്ടറുടെ സ്വാധീനിക്കാൻ ആ മീറ്റിങ്ങിന് കഴിയുന്നുണ്ടോ? യങ്സ്റ്റേഴ്സിനെ സ്വാധീനിക്കാൻ കഴിയുന്നുണ്ടോ? സ്കൂൾ കുട്ടികൾ മുതലുള്ള ആളുകളെ നമ്മുടെ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് UDF സംസ്ഥാനത്തിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതല്ലെങ്കിൽ കോളേജിൽ, ഇപ്പം ഭാരതമാതാ കോളേജിൽ ഭാരതമാക്കൾ 1-ാം വർഷം ചേർന്ന് കഴിഞ്ഞ് 2-ാം വർഷമാകുമ്പോൾ കുട്ടികൾക്ക് വോട്ടുണ്ട്. നമ്മളെ മനസ്സിലാക്കുന്ന സെൽഫ് ഫൈനാൻസിങ് കോളേജുകൾ എത്രയുണ്ട്? 100 കണക്കിന് കുട്ടികൾ ഇവിടെയുണ്ട്. അതിൽ എത്ര പേര് നമ്മോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതും കൂടി പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിനെന്താ വേണ്ടത്? പൊളിറ്റിക്കൽ ഒരു ചിന്ത ഉണ്ടായേ പറ്റൂ. രാഷ്ട്രീയമായിട്ട് നമുക്കതിനകത്ത് തെറ്റുകുറ്റങ്ങൾക്കപ്പുറമുള്ള ഒരു ശരിപക്ഷത്തെ കണ്ടെത്തണം. യാഥാർത്ഥ്യം ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു വലിയ ഭരണ സംവിധാനത്തിൽ പത്രമെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഓരോ കാര്യങ്ങളും ഞെട്ടുന്ന കാര്യങ്ങളാണ്, അല്ലേ? ശബരിമലയിലെ ഒരു വലിയ തീർത്ഥാടന കേന്ദ്രത്തിലെ പോലും ഉള്ള പ്രവർത്തനങ്ങൾ എന്തായിരുന്നു 2019 മുതൽ എന്ന് ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പുറകിൽ വമ്പൻ സ്രാവുകളുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ, പ്രമുഖരായ ആളുകൾ ഇതിൻ്റെ പുറകിലുണ്ട് എന്ന കാര്യത്തിൽ എനിക്കും നിങ്ങൾക്കും സംശയമില്ല. അത് സത്യമല്ലേ? ഈ സത്യം തുറന്നു പറയുന്നതുകൊണ്ട് എന്താ തെറ്റ്? സത്യം തുറന്നു പറയാനുള്ളതാ. മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് പറഞ്ഞ്, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിലൂടെ കടന്നുപോയ അർത്ഥനഗ്നനായ ഒരു ഫക്കീറുണ്ട്, മഹാത്മാഗാന്ധി, ഇന്ത്യയുടെ രാഷ്ട്രപിതാവ്. അദ്ദേഹം ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചതിന് ശേഷം തൻ്റെ ജനങ്ങളുടെ ഇല്ലായ്മയും വല്ലായ്മയും കണ്ട് ജനങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചൊരു മഹാപുരുഷന്റെ കാൽപാദങ്ങളെ പിന്തുടർന്നുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഒരു UDF സംവിധാനത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഇന്ത്യക്കൊരു പാരമ്പര്യമുണ്ട്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. നമ്മൾ ഭരണഘടനയിൽ ഏതാ പറയുന്നത്? വിശ്വാസിക്കും അവിശ്വാസിക്കും ഒരേപോലെ സ്ഥാനമുണ്ട്. ഏത് ആളിനും സ്ത്രീക്കും പുരുഷനും തുല്യ നീതിശാസ്ത്രമാണെന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു വലിയ ഭരണഘടന തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത് എങ്കിൽ ആ ഭരണഘടനയുടെ ചെറിയ കോപ്പിയുമായി ഒരു മനുഷ്യൻ ഇന്ന് ഇന്ത്യയിലൂടെ സഞ്ചരിക്കുകയാണ്. തട്ടിമറിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. അത് ശ്രദ്ധിക്കപ്പെടണ്ടേ? അതിൻ്റെ ആദ്യപടിയായിട്ട് ചെയ്തത് എന്താ? ദീർഘമായിട്ട് ഞാൻ പറഞ്ഞു. ആദ്യപടിയായിട്ട് ചെയ്തത്, അതായത് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുമ്പോൾ, ഇലക്ഷൻ കമ്മിറ്റിയിൽ മറ്റ് 2 പേരെ നിയമിക്കുമ്പോൾ അതിൽ 3 അംഗങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ് നിയമം. ഈ കഴിഞ്ഞ ഇടവരെ ആരൊക്കെയായിരുന്നു? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്. ഇപ്പോൾ അത് എങ്ങനെയാക്കി? ഒരു നിയമത്തിലൂടെ പാർലമെന്റിൽ പാസ്സാക്കി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇതിൽ നിന്ന് എടുത്തു കളഞ്ഞു. പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന മറ്റൊരാളും എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയുടെ കിങ്കരനും കൂടി ഇരിക്കുന്ന 3 അംഗത്തില് അവർ 2 പേരെടുക്കുന്ന തീരുമാനം ഭൂരിപക്ഷ തീരുമാനമായി മാറുക. ഈ അട്ടിമറിക്കാൻ വേണ്ടിയാണ് ചീഫ് ജസ്റ്റിസിനെ അവിടെ നിന്ന് മാറ്റിയെന്ന് ഓർക്കണം. നമ്മൾ ചെറുതായിട്ട് കാണണം, ഒരു രാജ്യത്ത്, ഒരു ജനാധിപത്യ രാജ്യത്ത് ചീഫ് ജസ്റ്റിസിനെ മാറ്റിയിട്ട്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി പറയുന്ന ആളിനെ ഇവിടെ നിയമിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇത് ചെറിയ കാര്യമായിട്ട് നമ്മളിങ്ങനെ, ഇവിടെയല്ലല്ലോ. പണ്ടെന്തെങ്കിലും വിഷയം ഉണ്ടാക്കിയാൽ നമ്മൾ പറയും അത് ഉത്തരേന്ത്യയിലല്ലേ, അല്ലെങ്കിൽ അമേരിക്കയിലല്ലേ എന്ന് പറയും. അമേരിക്കയിലൊരു പ്രശ്നം ഉണ്ടായാലും, ഡൽഹിയിലൊരു പ്രശ്നം ഉണ്ടായാലും, ബീഹാറിലൊരു പ്രശ്നം ഉണ്ടായാലും ഒരു തീരുമാനം പാർലമെന്റ് പാസ്സാക്കിയവരും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഈ കൊച്ചു കേരളത്തിലെ എന്നെയും നിങ്ങളെയും ബാധിക്കുമെന്നുകൂടെ മനസ്സിലാക്കണം. നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. ഇതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇത് രാഷ്ട്രീയ പോരാട്ടമായിട്ട് തന്നെ കാണണം. എനിക്ക് നിങ്ങൾ 2 പേരോടും പറയാനുള്ളത്, പരമാവധി ആളുകളെ പരമാവധി പ്രാവശ്യം കാണും. നിങ്ങളുടെ കയ്യിൽ ഒരു ഡയറി ഉണ്ടാവണം. ഒരു വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ വീട് അടഞ്ഞു കിടക്കുന്നു, ആരുമില്ല, ശരി, അവിടെ ആരുമില്ല, വീണ്ടും പോകണമെന്ന് നോട്ട് ചെയ്യണം. വേറൊരു വീട്ടിൽ ചെന്നപ്പം
5 വോട്ടർമാരുള്ളതിൽ 2 പേര് ജോലിക്ക് പോയിട്ട് 3 പേരുണ്ട്. 3 പേരെ കാണാൻ 2 പേരുടെ നമ്പറെങ്കിലും വാങ്ങിച്ചു വെച്ചിട്ട് ആ ഫോൺ നമ്പർ തരാമെന്ന് ചോദിക്കണം. ഇന്ന സ്ഥലത്ത് അവരെ കാണാനുണ്ട്, ഇങ്ങനെ എഴുതി പോകണം. എന്നിട്ട് വൈകിട്ട് ഒരു സമയം വെച്ച് 10 മണി വരെയൊക്കെ നമുക്ക് വിളിക്കാം. അത് കഴിഞ്ഞ് ആരെയും വിളിക്കണ്ട, എല്ലാവരും കിടന്നുണ്ട്. 10 മണി വരെയൊക്കെയുള്ള സമയത്ത് ഈ വീട്ടിലെ നമ്പറുള്ള ആളുകളെ ഞാൻ വീട്ടിൽ വന്നിരുന്നു, നിങ്ങളെ കാണാൻ കഴിഞ്ഞില്ല, എന്നെ സഹായിക്കണം, ഞാൻ ഇന്നയാളാണ്, ഞാൻ ഇനിയും വന്ന് കണ്ടുകൊള്ളാം, മതി. ആ ഒരു രീതിയിലുള്ള അപ്രോച്ച് ഉണ്ട്. എന്നിട്ട് അവസാനം ഞാൻ കഴിഞ്ഞ മീറ്റിങ്ങിൽ പറഞ്ഞതുപോലെ ലാസ്റ്റ് മിനിറ്റ് ഈ ഇലക്ഷൻ്റെ ടൈം ക്ലോസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ വേണ്ടത് അഹങ്കാരമല്ല, അമിതമായ വിശ്വാസമല്ല, ഞാൻ ഒരു വോട്ടിന് പുറകിലാണ്, ഒരാളും കൂടി എനിക്ക് വേണം എന്ന് ചിന്തിച്ചുകൊണ്ട് ലാസ്റ്റ് വോട്ട് രേഖപ്പെടുത്താൻ ആരെങ്കിലും നമ്മളുടെ വാർഡിലുണ്ടെങ്കിൽ അവരെ നമ്മൾ വാർഡിൽ നിന്ന് വിളിച്ചു കൊണ്ടുവരാനുള്ള സംവിധാനം ഉണ്ടാകണം. ഒറ്റ വോട്ട് പോലും കളയരുത്. അതാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പലരും മടിച്ചു നിൽക്കും. ഒരു മഴ വന്നു കഴിഞ്ഞാൽ, വലിയ മഴ വന്നു കഴിഞ്ഞാൽ അന്നാ പോകണ്ടെന്ന് കരുതുന്നവരാണ് UDF-കാർ, മഴ നനഞ്ഞുകൊണ്ട് പോകുന്നവരാണ് LDF-കാർ. ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ആ വ്യത്യാസം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ 2020 കാൻഡിഡേറ്റ് ഉണ്ടോ? ഇല്ല. അത് മറ്റു പല സ്ഥലങ്ങളിൽ 2020 കാൻഡിഡേറ്റിന് നിർത്തി രാഷ്ട്രീയമില്ലാത്ത ഒരു മുതലാളിയുടെ തൊഴിലാളിയായി മാറിക്കൊണ്ട് എൻ്റെ വാർഡിൽ പോലും ചില ആളുകൾ നിൽക്കുന്നു എന്ന് കാണുമ്പോൾ എനിക്ക് വളരെ ലജ്ജ തോന്നുന്നുണ്ട്. ജയിക്കില്ല, പക്ഷേ അവർക്ക് പരാജയപ്പെടുത്താൻ ചിലപ്പോൾ കഴിയും പലരെയും. കഴിഞ്ഞ ഇലക്ഷൻ കേട്ടോ, ഓർത്തിരിക്കണം, ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. കഴിഞ്ഞ ഇലക്ഷന് ഇല്ല നൗഷാദേ, പ്രഭുവിനൊക്കെ അറിയാമോ, കഴിഞ്ഞ ഇലക്ഷന് 6-7 വാർഡുകളിൽ 11 വോട്ടിന് 9 വോട്ടിന് 7 വോട്ടിന് 5 വോട്ടിനൊക്കെ നമ്മുടെ കോൺഗ്രസ്സുകാരായ UDF-കാർ പരാജയപ്പെട്ടു. ആ വാർഡിൽ ആരായിരുന്നു? ഈ പറഞ്ഞ ഈ രാഷ്ട്രീയമില്ലാത്ത അരാഷ്ട്രീയവാദികൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ പിടിച്ച വോട്ട് 70, 60, 50. അത് പോയത് ആരുടെയാ? കോൺഗ്രസിന്റെ വോട്ടാ പോയത്. ഞാൻ അന്നും ഇലക്ഷൻ കമ്മീഷന്റെ ചെയർമാനായിട്ട്, നമ്മുടെ ഈ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് നിന്ന ആളാണ്. ഭയങ്കര കണ്ണിലൂടെ കണ്ണീര് വന്നു. അവസാനം സ്വതന്ത്രരായി നിന്ന് ജയിച്ച ആളുകളെ ചെന്ന് രാത്രിക്കിരായെ കണ്ട് സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് ആണ് 26 പേരുടെ ഭൂരിപക്ഷം വന്ന് നമുക്ക് ആദ്യത്തെ ഇതിൽ അവിടെ നേടിയിട്ട്, പിന്നീട് പല പ്രശ്നങ്ങളൊക്കെ വന്നു, പലരും പോയി, അതൊക്കെ അങ്ങനെ നിൽക്കട്ടെ. ആ ഗതികേട് ഉണ്ടാകാതെ ജയിച്ചേ പറ്റൂ, നമുക്ക് ജയിച്ചേ പറ്റൂ. അത് നമ്മുടെ ഒഫീഷ്യൽ കാൻഡിഡേറ്റ്സ് ജയിച്ചു വന്ന് സ്വതന്ത്രരായിട്ട് ആരെങ്കിലും നിൽക്കേണ്ട, അവരുടെ സഹായമില്ലാതെ നമുക്ക് ഭരണ സംവിധാനത്തേക്ക് വരാൻ കഴിയുന്ന രീതിയിൽ വിജയിച്ചേ പറ്റൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് ആരോടെങ്കിലും വിരോധമുണ്ടോ? ഇപ്പം നിങ്ങൾ പോയി കഴിയുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കും LDF-ന്റെ സ്ഥാനാർത്ഥികളടക്കം വരുന്നു. ഒരു ഷെയ്ക്കാരനെ കൊടുത്ത് വിശേഷമൊന്നുമില്ല, എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ച് അവർ നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ട്. അവർ ചിലവ് അവരെ കാണുമ്പോൾ ഹലോ എന്ന് പറയാൻ കഴിയണം. അതാണ് മനസ്സിൻ്റെ വികാസം. നമ്മൾ ഈ വൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു ഇലക്ഷൻ രംഗത്ത് ഒരു കാൻഡിഡേറ്റിന് പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പം നമ്മളെപ്പോഴും സുസ്മേര വദനയായി സന്തോഷത്തോടു കൂടി ജയിക്കുമെന്ന ആത്മവിശ്വാസത്തോടു കൂടി ഒരു പ്രാർത്ഥനയോടുകൂടി വേണം നമ്മൾ ഇവരെ പോയി കാണാൻ. ചിലരുടെ മുഖഭാവം നമുക്ക് അരോചകമായിട്ട് തോന്നാം, പക്ഷേ അതൊന്നും നോക്കണ്ട, വീണ്ടും കാണണം, സഹായിക്കണം കേട്ടോ എന്ന് പറയണം. ആ മുഖഭാവത്തിലൊന്നും നമ്മൾ പിന്മാറുകയല്ല വേണ്ടത്. മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവരെയും കണ്ടും കേട്ടും അപ്രോച്ച് ചെയ്തും നമ്മൾ മുന്നോട്ട് പോകണം. ജയിക്കുക എന്നുള്ളതായിരിക്കണം ലക്ഷ്യം. അതിന് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുക, ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ചും കേട്ടോ, ഏതൊരു സ്ഥാനാർത്ഥികൾ ആരുമാവട്ടെ, ഒരു മോശം വാക്ക് പോലും നമ്മൾ ആരും അവരെക്കുറിച്ച് പറയില്ല. അതല്ല ഇലക്ഷൻ്റെ രീതി. ഇവിടെ രാഷ്ട്രീയമായിട്ട് കാര്യങ്ങൾ പറയണം. ജനങ്ങൾക്കറിയാം എന്താണ് വേണ്ടത്, ഈ നാടിന് വേണ്ടതെന്നുള്ളത്. ഇത് നിയമസഭാ ഇലക്ഷൻ്റെ മുന്നോടിയായിട്ട് നടക്കുന്ന ഒരു ഇലക്ഷനാണ്. ഇതിൽ നമ്മൾ പരാജയപ്പെട്ടാൽ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് അവർക്ക് വലിയ വിജയമായി മാറുമെന്ന് ഓർക്കണം. അവരിതാണ് ബേസായിട്ട് എടുക്കാൻ പോകുന്നത്. നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ ഞങ്ങൾ ഇത്ര സ്ഥലത്ത് ജയിച്ചു, ഞങ്ങൾക്ക് ഇത്ര വോട്ടുണ്ട് എന്നൊക്കെ പറയും. പക്ഷേ ഇത് രണ്ടിൽ വ്യത്യാസമില്ല. ഉണ്ട്, ഒരുപാട് നിയമസഭാ ഇലക്ഷൻ ഇത് തമ്മിൽ ഇത് വ്യക്തിബന്ധങ്ങളോട് ചേർന്ന. പക്ഷേ നമ്മളുടെ വ്യക്തിബന്ധങ്ങളിൽ നിന്ന് പലർക്കും ഒക്കെ വോട്ട് കൊടുത്തു പോകും ചിലരൊക്കെ. അത് തടയിട്ട് തന്നെ നിർത്തണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞ്, ദീർഘമായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഇത്രയും പറഞ്ഞത് എൻ്റെ മനസ്സിൽ ഉള്ള കാര്യങ്ങളാണ്. നന്മ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട 2 സഹോദരിമാർക്കും, പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ഓഫീസ് ഉദ്ഘാടനം നടത്തിയ ദേവയാനിയെ സംബന്ധിച്ച ഓഫീസിൻ്റെ ഉദ്ഘാടനം ഞാൻ നിർവഹിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരികളുള്ള കടപ്പാടും ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് 2 സ്ഥാനാർത്ഥികളും വിജയം ആശംസിച്ചുകൊണ്ട്
വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നല്ലത് മാത്രം സംഭവിക്കട്ടെ, നല്ലത് മാത്രം കേൾക്കാൻ കഴിയട്ടെ, ആരുടെ മുന്നിലും നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് സത്യം ജയിക്കട്ടെ, നീതി പുലരട്ടെ എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. അതാണ് കോൺഗ്രസിന്റെ UDFന്റെ ലക്ഷ്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു പ്രതിബന്ധങ്ങൾക്ക് മുന്നിൽ നമ്മൾ തളർന്നു പോകുകയില്ല. ആരാക്ഷേപിച്ചാലും ആരോട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും അവസാന നിമിഷം വരെ നമ്മൾ വീണ്ടും വീണ്ടും അപ്രോച്ച് ചെയ്യും, വീണ്ടും അപ്രോച്ച് ചെയ്യും. തരില്ല എന്നറിയാവുന്ന ആളോട് നമ്മൾ ചോദിക്കും, സഹായിച്ചുകൂടെ ഇത്തവണ എന്ന് ചോദിക്കും. അതാണ് ഇലക്ഷന്റെ തന്ത്രം എന്ന് മനസ്സിലാക്കുക. അത് ഉള്ളിൽ നിന്ന് വരുന്നതാണ്, അഭിനയമാവരുത്. ഞാൻ പറയുന്ന അഭിനയിച്ചൊന്നും ചെയ്യേണ്ട. ഇതാണ് കാരണം. ഇവിടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഏത് പാർട്ടിയിൽ വിശ്വസിക്കണം, ആർക്കോട്ട് ചെയ്യണമെന്നുള്ളത് അവരുടെ അവകാശമാണ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അവരുടെ അവകാശത്തിലേക്ക് നമ്മൾ കയറിപ്പോകാനും നോക്കണ്ട. അവർ അവരുടെ ഇഷ്ടമാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഇഷ്ടത്തിൽ നിൽക്കുന്ന ആളുകൾ അവരിലേക്ക് എത്തിപ്പറ്റാതെ നോക്കേണ്ട ഉത്തരവാദിത്വം, പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് വന്നാൽ നമ്മുടെ വോട്ട് ചിഹ്നഭിന്നമാകാതെ UDFന്റെ കിട്ടിയാൽ ഈ വാർഡിൽ നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും. തൊട്ടടുത്ത വാർഡിലും അത് തന്നെ സംഭവിക്കും. പ്രിയ, അപ്പം പ്രിയയും വിജയിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. എല്ലാ ഭാവങ്ങളും നേരുകയാണ്. നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞ് വോട്ടെണ്ണി കഴിയുമ്പോൾ പ്രിയപ്പെട്ട പ്രഭുകുമാറും നൗഷാദും അടക്കം, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട അധ്യക്ഷനടക്കം, ഞാനടക്കമുള്ള ഹബീബ് അടക്കമുള്ളവർ, എല്ലാ സഹോദരി സഹോദരന്മാർക്കും വീണ്ടും ഈ ഓഫീസിൽ ഒത്തുകൂടാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഓഫീസിന്റെ ഉദ്ഘാടന ക്രമം നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. മറ്റു വേദിയിലിരിക്കുന്ന ദിലീപ് സാർ അടക്കമുള്ള നേതാക്കളെ, നമ്മുടെ സ്ഥാനാർത്ഥികളായ ദേവയാനി, പ്രിയ, സഹോദരനാട്ട് സുഹൃത്തുക്കൾ, ഏറെ സന്തോഷമുണ്ട് ഈ കുഴിക്കാട്ടുമുകളിലെ ഈ ഓഫീസ് ഉദ്ഘാടനത്തിന് ഒത്തുചേരാൻ കഴിഞ്ഞതിൽ. ഇപ്പോൾ നമ്മൾ തൃക്കാക്കരയിൽ UDFന്റെ യുഗമാണ്. എല്ലായിടത്തും ഓഫീസുകൾ ഇങ്ങനെ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ UDFന്റെ ഒരു യുഗമായിട്ട് തന്നെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും വരുന്ന 13-ാം തീയതി ഇലക്ഷൻ്റെ റിസൾട്ട് വരാൻ നേരത്ത് നമ്മുടെ അടുത്ത ഇൻഫോ പാർക്കിലും കുഴിക്കാട്ടുമുലയിലും UDFന്റെ 2 സാരഥികൾ വിജയിച്ച് വരട്ടെ എന്ന് ആമുഖമായി ആശംസിക്കുകയാണ്. നമുക്ക് തീർച്ചയായിട്ടും ഒരു UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു മുട്ടുമടക്കി വോട്ട് പിടിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് ഇന്ന് നിലവില്ല. ഏറ്റവും കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് തൃക്കാക്കര മുനിസിപ്പാലിറ്റി ഭരിച്ച നമ്മുടെ UDFന്റെ ഭരണസമിതി തീർത്തും ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് നമുക്ക് ഇവിടെ കാഴ്ചവെക്കാൻ സാധിച്ചത്. അതിൻ്റെ തന്നെ ഒരു വികസന രൂപരേഖ തന്നെ തയ്യാറാക്കി അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു വികസന രേഖ നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ശനി ഞായറായിട്ട് പോകാൻ നേരത്ത്, വീടുകളിൽ ചെല്ലാൻ നേരത്ത് കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് UDF ഇവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ഒരു വികസന രേഖയാണ് നമ്മൾ പുറത്തിറക്കിയിരിക്കുന്നത്. അതിലെല്ലാം തന്നെ പറയുന്നുണ്ട്, വികസനങ്ങൾ ഒട്ടനവധി എടുത്തെടുത്ത് പറയുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലായിക്കോട്ടെ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെ ഇപ്പോൾ വേദിയിലുണ്ട്. അദ്ദേഹം സംസാരിക്കുമ്പോൾ പറയും, വിദ്യാഭ്യാസ മേഖലയിലായാലും ആരോഗ്യ മേഖലയിലായാലും, അതായത് മറ്റ് റോഡ് വികസനത്തിലായാലും ഒട്ടനവധി വികസനങ്ങളാണ് നമ്മൾ തൃക്കാക്കര മുനിസിപ്പാലിറ്റി നമുക്ക് ഇവിടെ കാഴ്ചവെക്കാൻ സാധിച്ചത്. ഏതിൽ 39 അംഗൻവാടികളാണ് രാഷ്ട്രീയം നോക്കാതെ തന്നെ നമ്മുടെ ഈ ഡിവിഷനിലും പ്രാന്തപ്രദേശങ്ങളിലും തൃക്കാക്കരയുടെ പല മേഖലയിലായിട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. അപ്പോൾ അത് തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് നമുക്ക് വോട്ട് ചോദിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ദിലീപ് സാറ് നല്ല ക്ലിയർ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു. അപ്പോൾ ഈ വരുന്ന ഇലക്ഷനിൽ 2 പേർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് UDFന്റെ പ്രവർത്തനങ്ങളുമായിട്ട് നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, നിങ്ങൾ ഓരോരുത്തരും സ്ഥാനാർത്ഥിയായി ആക്ട് ചെയ്തുകൊണ്ട് ദേവയാനിയെയും പ്രിയയെയും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരും പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ വിജയാശംസകളും നേർത്തുകൊണ്ട് ഈ വൈകിവേളയിൽ ഞാൻ നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്, ജയ് UDF. അധ്യക്ഷൻ പ്രിയങ്കനായ ഈ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത കാലടി സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലർ ദിലീപ് കുമാർ സർ, പ്രിയപ്പെട്ട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ പ്രഭുകുമാർ, ശ്രീ ഹബീബ്, കാസി ഉൾപ്പെടെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാരായിട്ടുള്ള ദേവയാനി, പ്രിയ, ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദീർഘമായ ഒരു സംസാരത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. ദിലീപ് സാറും ഹബീബും പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമായി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു കാര്യങ്ങൾ. എനിക്ക് ഈ യോഗത്തിൽ പങ്കെടുക്കുവാൻ കിട്ടിയ അവസരം ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനത് ഓർക്കുന്നത്. കാരണം ദേവയാനി ഇവിടെ ഒരു സ്ഥാനാർത്ഥിയായി ആയി വരുമ്പോഴും, അതുപോലെ തന്നെ പ്രിയ തൊട്ടടുത്ത വാർഡിലും സ്ഥാനാർത്ഥികളായി വരുമ്പോഴും നമുക്കറിയാം UDFന്റെ വികസന തുടർച്ച കഴിഞ്ഞ 5 വർഷക്കാലം ദീർഘമായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. ദേവയാനിയും അതുപോലെ തന്നെ പ്രിയയും ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു പോയാൽ നമുക്കറിയാം നമ്മുടെ കഴിഞ്ഞ 5 വർഷക്കാലം UDF
മുനിസിപ്പൽ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ വിമർശനാത്മകമായിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട് എങ്കിൽ പോലും നമ്മൾ അക്കമിട്ട് നിർത്തുകയാണെങ്കിൽ എല്ലാ മേഖലകളിലും കൃത്യമായ ലക്ഷ്യത്തോടു കൂടി തന്നെയുള്ള വികസന പരിപാടികളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. അത് കൃത്യമായി നമ്മൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ഇലക്ഷൻ നമ്മൾ ചെയ്യേണ്ടി വരുന്നത്. അത് സ്ഥാനാർത്ഥികളുടെ സ്ക്വാഡിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ മുഖാമുഖം സംസാരിക്കുമ്പോഴാണെങ്കിലും അത്തരം കാര്യങ്ങളെ നമ്മൾ വളരെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള രീതിയിൽ കഴിഞ്ഞ 5 വർഷം എനിക്ക് കിട്ടിയ അവസരം വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കറിയാം സ്കൂളുകളുടെ പശ്ചാത്തല സൗകര്യം വികസിപ്പിക്കുന്നതിലാണെങ്കിലും അതുപോലെ തന്നെ അതിൻ്റെ മറ്റ് വിദ്യാഭ്യാസപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിലും വളരെ കൃത്യമായിട്ട് നമുക്ക് ഇടപെടുന്നതിന് സാധിച്ചിട്ടുണ്ട്. നമ്മളറിയേണ്ട ഒരു കാര്യം, തൃക്കാക്കര നഗരസഭയിലെ വിദ്യാലയങ്ങൾ 3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നമുക്കുള്ളത്, 3 സ്കൂളുകൾ. ഈ 3 സ്കൂളുകളിലും ഇതര മാനേജ്മെന്റ് സ്കൂളുകളെക്കാൾ നന്നായി ക്ലാസ് എടുക്കുന്നതിനുള്ള സൗകര്യം നമ്മുടെ ഉണ്ട്. എല്ലാ ക്ലാസ് മുറികളും സ്മാർട്ട് ക്ലാസ് റൂമുകളാണ്. സ്മാർട്ട് ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ പണ്ട് ഒരു പ്രോജക്ടർ വെച്ച് എന്തെങ്കിലും ചെറുതായിട്ട് കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റ്, അതായിരുന്നു സ്മാർട്ട് ക്ലാസ് റൂം എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് AI സാങ്കേതിക വിദ്യയോടുകൂടി തന്നെ ടച്ച് സ്ക്രീൻ വെച്ച് അധ്യാപകർക്ക് ക്വാളിറ്റി ക്ലാസ് എടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് സ്കൂളിൻ്റെ ക്ലാസിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും നമുക്ക് കൃത്യമായ ഇടപെടലുകൾ നടത്തുവാൻ സാധിച്ചിട്ടുണ്ട്. ദീർഘമായിട്ട് ഞാൻ മറ്റു വിഷയങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. നിങ്ങൾക്ക് ഇനിയും ആളുകളെ കാണുന്നതിന്, ആ സമയം സ്ഥാനാർത്ഥികൾ ഇനി അധികം സമയം ഇങ്ങനെ വെറുതെ ഇരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഞാനും 3 പ്രാവശ്യം സ്ഥാനാർത്ഥിയായ ആളെന്നുള്ള രീതിയിൽ സ്ഥാനാർത്ഥികൾക്ക് ഇനി വിശ്രമിക്കാനുള്ള സമയമില്ല. സ്ഥാനാർത്ഥികൾക്ക് മാത്രമല്ല, കൂടെയുള്ള നമുക്ക് ഓരോ വോട്ടും കൃത്യമായി നമുക്ക് അനുകൂലമാക്കി മാറ്റുന്നതിനുള്ള ഇടപെടലുകൾ ഉണ്ടാവണം. ഇവിടെ ശ്രീ കാസിയുടെ എല്ലാം നേതൃത്വത്തിൽ 100% ദേവയാനിയുടെ സ്ഥാനാർത്ഥിത്വം തന്നെ അതിനൊരു തെളിവാണ്. യഥാർത്ഥത്തിൽ വാർഡ് കമ്മിറ്റിയിൽ നിന്ന് ഒരു പേര് നിർദ്ദേശിക്കപ്പെടുകയും ആ സ്ഥാനാർത്ഥിയെ നമ്മളിവിടെ വരികയും ചെയ്തു. എനിക്ക് തോന്നുന്നു പ്രിയയുടെ ഒറ്റപ്പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ സ്ഥാനാർത്ഥികളെല്ലാം ഘട്ടമായിട്ട് നമ്മൾ നിർദ്ദേശിക്കപ്പെട്ട സ്ഥാനാർത്ഥികളാണ്. മറ്റു പല സ്ഥലങ്ങളിലും എണ്ണം കൂടുതലുണ്ടായിരുന്നു. അതിൽ നിന്ന് തെരഞ്ഞെടുക്കുവാൻ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്ഥാനാർത്ഥികളുടെ വിജയം 13-ാം തീയതി വളരെ ഭംഗിയായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടിച്ചേർന്ന് നമുക്ക് നടത്തുവാൻ ഇവിടെ സാധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് സ്ഥാനാർത്ഥികൾക്ക് ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ബഹുമാന്യനായ ശ്രീ അഷ്റഫുക്ക, തൃക്കാക്കര നഗരസഭാ കൗൺസിലറും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ശ്രീ നൌഷാദ് പല്ലച്ചി അവറുകൾ, എൻ്റെ പ്രിയ സുഹൃത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കാസിം, വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സിദ്ദിഖ് അടക്കമുള്ള വിശിഷ്യ നമ്മുടെ സ്ഥാനാർത്ഥിമാരായ ദേവയാനി ചേച്ചി, പ്രിയ ജോയി അടക്കം, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹി ശ്രീ ബാബുച്ചേട്ടൻ അടക്കമുള്ള ശ്രീ അബ്ദു അടക്കമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നിങ്ങളുടെ ക്ഷമയെ ഞാൻ പരീക്ഷിക്കുന്നില്ല. കാരണം ഒത്തിരി സമയമായി നിങ്ങൾ കാത്തിരിക്കുകയാണ്. കാരണം ഈ ഇലക്ഷൻ ആയതുകൊണ്ട് പല സ്ഥലത്തും പല മീറ്റിങ്ങുകളും എല്ലാം ഈ അരമണിക്കൂറും 15 മിനിറ്റ് ഗ്യാപ്പിട്ടൊക്കെ ആയിരുന്നു. MLA ഒരു സ്ഥലത്ത് വരാൻ ഇത്തിരി വൈകിപ്പോയി. അപ്പോൾ അങ്ങനെ ചെയിനായിട്ട് മറ്റെല്ലാം വൈകി. എന്തായാലും ഇപ്പം നൗഷാദൊക്കെയും ഇവിടെ എല്ലാവരും രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. നമുക്ക് 2 സ്ഥാനാർത്ഥിമാർ ഇവിടെ ഉണ്ട്. ഈ വാർഡിലെ സ്ഥാനാർത്ഥി ദേവയാനി ചേച്ചി ഏകകണ്ഠമായിട്ടൊരു പേര് വന്നതാണ്. ഒരു ആശാ വർക്കർ എങ്ങനെയായിരിക്കണം, അത് കൃത്യമായിട്ട് വർഷങ്ങളായിട്ടുള്ള നിരന്തര പ്രയത്നത്തിലൂടെ തെളിയിച്ച് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളൊരു കാൻഡിഡേറ്റാണ്. അപ്പോൾ ആ കാൻഡിഡേറ്റ് തീർച്ചയായിട്ടും ഈ നമ്മുടെ ഈ വാർഡിന് തന്നെ വലിയൊരു അഭിമാനമാണ്. നമുക്ക് എവിടെയാണെങ്കിലും എടുത്ത് കാണിക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്രിയ ആണെങ്കിലും പ്രിയയുടെ ഹസ്ബൻഡ് നമ്മുടെ കോൺഗ്രസിൻ്റെ ഒരു ആത്മാർത്ഥമുള്ള ഒരു പ്രവർത്തകനാണ് അദ്ദേഹം ഞങ്ങൾ ഒരുപാട് ദീർഘകാലമായി പ്രവർത്തിച്ച് പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു അംഗീകാരം പ്രിയയ്ക്കും കിട്ടി. അപ്പോൾ അങ്ങനെ ഈ 2 സ്ഥാനാർത്ഥികൾ വളരെ മികവുറ്റ സ്ഥാനാർത്ഥികളാണ്. അപ്പോൾ അവർക്ക് വേണ്ടി 2 സ്ഥാനാർത്ഥിമാരല്ല, ഇപ്പോൾ നമ്മളെല്ലാം സ്ഥാനാർത്ഥിമാരാണെന്നുള്ള ഒരു ചിന്തയോടുകൂടി എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് ഇവരെ വൻ ഭൂരിപക്ഷത്തോട് നമുക്ക് വിജയിപ്പിക്കണം, തൃക്കാക്കര നഗരസഭയുടെ ഭരണസമിതിയിലേക്ക് എത്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. മാന്യ സദസ്സിന് വന്ദനം. നമ്മുടെ 31-ാം ഡിവിഷൻ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. അപ്പോൾ നമ്മുടെ ഇതിന്റെ അധ്യക്ഷനായിട്ടിരിക്കുന്നത് നമ്മുടെ അഷ്റഫിക്ക, അതുപോലെ തന്നെ നമ്മുടെ നൌഷാദിക്ക, പ്രഭുകുമാർ, സാദിഖ്, കാസിമിക്ക, അതുപോലെ എൻ്റെ മറ്റു സഹപ്രവർത്തകരായ എല്ലാ നാട്ടുകാരും, അതുപോലെ എൻ്റെ കുടുംബത്തിലെ എല്ലാവരും, അമ്മ വന്നിട്ടുണ്ട്, കുഞ്ഞമ്മയുണ്ട്, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മക്കൾ എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.
ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ സന്തോഷവതിയാണ്. ശരിക്കും നല്ല അഭിമാനം തോന്നുന്നുണ്ട് ഈ ഒരു നിമിഷം. എൻ്റെതായ സ്വന്തം പേരിൽ ഒരു ഓഫീസ്, ഒരു ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഒരു സ്ഥാനാർത്ഥിത്വം ഉള്ളത്. ഇതിനു മുമ്പൊന്നും ആ ഒരു സ്ഥാനാർത്ഥി തലത്തിലേക്കൊന്നും ഞാൻ ഉയർന്നു വന്നിട്ടില്ല. അപ്പോൾ പ്രഭു പറഞ്ഞതുപോലെ ഞാൻ ആശാ വർക്കർ എന്ന നിലയിൽ, അതുപോലെ തന്നെ എൻ്റെ വാർഡിലെ കമ്മിറ്റി അംഗങ്ങളും പറയുന്നത് തന്നെ ഞാൻ ആശാ വർക്കർ എന്ന നിലയിൽ എൻ്റെ വാർഡിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും തന്നെ വളരെ ഉത്തരവാദിത്വത്തോടും ഭംഗിയോടും കൂടി നിർവഹിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു അംഗീകാരമായിട്ടാണ് ഇവരെനിക്ക് ഈ ഒരു സ്ഥാനാർത്ഥിത്വം തന്നതെന്ന് കാസിക്കയും അതുപോലെ തന്നെ സാദിക്കും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിലുപരിയായിട്ട് ഞാൻ ഇതിനു മുമ്പ് ആശാ വർക്കർ ആകുന്നതിന് മുമ്പ് തന്നെ കുടുംബശ്രീയിലെ ഒരു വാർഡ് അംഗമായിരുന്നു. വാർഡിൻ്റെ CDS ആയിരുന്നു. അതിനു മുമ്പേ തന്നെ ഞാനൊരു ആധാരവെഴുത്തുകാരിയാണ്. അപ്പം വളരെ ചെറുപ്പത്തിൽ 18 വയസ്സായപ്പോൾ തന്നെ ഒരു പൊതുപ്രവർത്തനത്തിലേക്ക് സമൂഹമായിട്ട് ഇടപെട്ട് ആളുകളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള ഒരു രീതിയാണ് എനിക്കുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥാനാർത്ഥിത്വം നിങ്ങൾ എന്നിൽ അർപ്പിച്ചിരിക്കുന്നൊരു വിശ്വാസം, ഈ ഒരു സ്ഥാനാർത്ഥിത്വം വളരെ ഭംഗിയോടുകൂടി, അതുപോലെ ഞാൻ ജയിച്ചു വരണം, ഞാൻ ജയിച്ചേ മതിയാവൂ. ദിലീപ് സാറ് പറഞ്ഞ പോലെ, ദിലീപ് സാറ് ഈ ഒരു പൊസിഷനിൽ എത്തുന്നതിന് മുമ്പ് ഞങ്ങളുടെ കുടുംബ സുഹൃത്തായിരുന്നു. എൻ്റെ ഗോപിച്ചേട്ടൻ്റെ, എൻ്റെ മൂത്ത ചേട്ടൻ്റെ ക്ലാസ്മേറ്റ് ആണ്. ഞങ്ങളുടെ കുടുംബത്തെല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെ തന്നെ അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ സാറും എല്ലാം പറഞ്ഞതുപോലെ തന്നെ ഒരു വളരെ ആത്മാർത്ഥമായി പറയുകയാണെങ്കിൽ തന്നെ ഞാൻ എല്ലാ വിധത്തിലും അഭിമാനം തോന്നുന്നുണ്ട്. ഈ ഒരു അംഗീകാരം കിട്ടിയത് ഒരുപാട് പേരിൽ നിന്ന്, എന്താ പറയുക, ഒരാളെയാണ് ഇവിടുന്ന് കൊടുത്തോളെങ്കിൽ പോലും വേറെ ആളുകൾ കൂടി ഈ ഒരു വാർഡിലേക്ക് സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി വന്നിട്ടുണ്ടെന്നുള്ള വിവരം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഏകകണ്ഠമായി എൻ്റെ വാർഡിലെ കമ്മിറ്റി അംഗങ്ങൾ ഒരേ സ്വരത്തിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എനിക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടിയത്. എന്തായാലും നിങ്ങൾ എനിക്ക് ഈ അനുവദിച്ചു തന്ന ഈ ഒരു എന്താ പറയുക സ്ഥാനം, അത് ഞാൻ വിജയിക്കുമെന്ന് തന്നെ നല്ല ഉറപ്പോടുകൂടി തന്നെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അത് വിജയിച്ചാൽ ഞാൻ എല്ലാവിധ എൻ്റെ ബുദ്ധിയോടുകൂടിയും എല്ലാവിധ എന്താ പറയുക സന്തോഷം, അതുപോലെ തന്നെ അംഗീകാരം എല്ലാം കൂടി വാർഡിൽ നന്നായിട്ട് പ്രവർത്തിച്ച് ഇരിക്കുമെന്ന് പറയും. അത്രേ പറയാനുള്ളൂ. വ്യക്തികളും നമ്മുടെ എല്ലാ സഹോദരന്മാർക്കും നമസ്കാരം. ഞാൻ യാദൃശ്ചികമായിട്ടാണ് എനിക്കിപ്പോൾ ഈ ഒരു ഒരു സ്ഥാനാർത്ഥിയാകാനുള്ള അവസരം തന്ന ആ ദൈവത്തോട് ഞാൻ ആദ്യം നന്ദി പറയുകയാണ്. കാരണം എൻ്റെ ഹസ്ബൻഡ് ബാബുവാണ് ഇതിനകത്ത് എല്ലാം ആക്റ്റീവായിട്ട് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഞാനൊരു കോൺഗ്രസിനെ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിൻ്റെ എല്ലാവിധ ആത്മാർത്ഥതയോടും കൂടി ഞാൻ എൻ്റെ പാർട്ടിയെ സ്നേഹിക്കുന്നു. അതുപോലെ എനിക്ക് കിട്ടിയ അവസരത്തെ ഞാൻ ഏറ്റവും അധികം മാക്സിമം നന്നായിട്ട് എനിക്ക് നല്ലൊരു വിജയത്തിലേക്ക് എത്താനുള്ള മാക്സിമം ഞാൻ ശ്രമിക്കും. ഇനി ഇത് കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ എൻ്റെ പരമാവധി എൻ്റെ ശ്രമങ്ങളെല്ലാം അതിനു വേണ്ടിയായിരിക്കും. അതിലുപരി ഇപ്പോൾ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച, അതായത് ഇവിടുത്തെ സ്ഥാനാർത്ഥിയായ ദേവയാനിയോട് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. ബാക്കി എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവരോടും എൻ്റെ അകമഴിഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും എൻ്റെ എല്ലാവരുടെ നിന്നുള്ള സഹകരണം, ആത്മാർത്ഥമായ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നന്ദി, നമസ്കാരം. മറ്റ് വേദിയിലും സദസ്സിലുമുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ, പ്രവർത്തകരെ, ആസന്നമായ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നമ്മുടെ 31ാം ഡിവിഷന്റെ ഓഫീസ് ഉദ്ഘാടന വേദിയിലാണ് നമ്മളെല്ലാവരും സംബന്ധിച്ചിട്ടുള്ളത്. ഇപ്പൊ ഏകദേശം 2 റൗണ്ട് ഞങ്ങൾ പൂർത്തിയാക്കി. നേരത്തെ ദിലീപ് സാറ് പറഞ്ഞതുപോലെ വ്യക്തിബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയന്റെ ഭാര്യയാണ് നേരെ ഓപ്പോസിറ്റ് മത്സരിക്കുന്നത് കുടുംബത്തിൽ നിന്ന്. അതിലിപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കുടുംബത്തിന് ഏതാണ്ട് ഒരു 150ഓളം വോട്ട് ഉള്ള ഒരു ഡിവിഷനാണിത്. ഈ 150 വോട്ടിൽ ഒരു 140ഓളം വോട്ടും കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ വീണ വോട്ടാണ്. ആ വോട്ടില് വലിയൊരു വിള്ളല് എന്തായാലും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. 15 വർഷമായിട്ട്
ഇപ്പോൾ 15 വർഷമായിട്ട് നമ്മൾ കയ്യിൽ വച്ചുകൊണ്ട് ഈ മുനിസിപ്പാലിറ്റി ആയതിനു ശേഷം 3 ടൈം നമ്മളുടെ കയ്യിൽ ഇരുന്ന ഒരു ഡിവിഷനാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രാവശ്യം ഈ ഡിവിഷൻ നമ്മളുടെ കയ്യിൽ നിന്ന് വിട്ടുപോയാൽ പിന്നെ തിരിച്ചു വരില്ല. കാരണം ഈ ഡിവിഷൻ്റെ ഒരു കിടപ്പ് അങ്ങനെയാണ്. അപ്പം എനിക്ക് എന്നോടും ഇവിടെ കൂടിയിരിക്കുന്ന പ്രവർത്തകരോടും പറയാനുള്ളത്, ഏറ്റവും കൂടുതൽ സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ കുടുംബത്തിൽ നിന്നുള്ള സമ്മർദ്ദമുണ്ട്, സുഹൃത്തുക്കളിൽ നിന്നുള്ള സമ്മർദ്ദമുണ്ട്. ഞാൻ നേരത്തെ നമ്മൾ മീറ്റിംഗ് കൂടിയപ്പോൾ പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയത്തെ നമ്മൾ രാഷ്ട്രീയമായിട്ട് കാണാം, ബന്ധങ്ങളായിട്ട്. നമുക്ക് അവരെ കാണുമ്പോൾ കൈ കൊടുക്കണതിനോ സംസാരിക്കണതിനോ ഒന്നിനും ഒരു കുഴപ്പമില്ല. നമ്മൾ അവരുടെ അടുത്ത് വോട്ട് ചോദിക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ അടുത്ത് വോട്ട് ചോദിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിൽ, ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പോകുന്ന വോട്ടുകളെ പുറത്തുനിന്ന് ഏത് രീതിയിൽ നമുക്ക് നമ്മുടെ കയ്യിലാക്കാൻ പറ്റുമെന്നുള്ള ഒരു രീതിയിലുള്ള, നമ്മൾ അതിനെക്കുറിച്ച് ശരിക്കും പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കേണ്ടി വരും. ഞങ്ങൾക്ക് ഒരു അനുഗ്രഹം കിട്ടിയേക്കണത് എന്താണെന്ന് വെച്ചാൽ 2020 ഇല്ല. ജനാധിപത്യത്തെ നശിപ്പിക്കാൻ വന്നേക്കുന്ന ഒരു പ്രസ്ഥാനമാണ് 2020. അതെന്തായാലും ഇവിടെ ഇല്ല. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വോട്ടൊക്കെ നമുക്ക് നമ്മുടേതായി മാറ്റാനായിട്ട് സാധിക്കും. അത് ശരിക്ക് വോട്ടേഴ്സ് ലിസ്റ്റ് പഠിച്ച് അത് നമ്മൾ മാർക്ക് ചെയ്ത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു പ്രവർത്തനം നമ്മൾ പ്രവർത്തിച്ചില്ല എങ്കിൽ ഈ ഡിവിഷൻ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. പിന്നെ നമ്മൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് നമ്മുടെ കയ്യിൽ ഡിവിഷൻ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും ആരെങ്കിലും പിടിച്ചിട്ടാണെങ്കിലും നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ പറ്റും. നമ്മൾ ഇതുവരെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതുപോലെ. അപ്പോൾ അത് എല്ലാവരും അത് മനസ്സിലാക്കിയിട്ട്, സാധാരണ നമ്മൾ പ്രവർത്തിച്ച രീതിയല്ല, സാധാരണ ഇലക്ഷനെ നേരിട്ട രീതിയല്ല ഈ പ്രാവശ്യം നമ്മുടെ മുമ്പിലുള്ളതെന്ന് എല്ലാവരും മനസ്സിലാക്കാം. പിന്നെ പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭാരിച്ച ഉത്തരവാദിത്വം തന്നേക്കണേ. ഇവിടുത്തെ വാർഡ് കമ്മിറ്റിയുടെ റിസ്കിലാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥിനെ തന്നേക്കുന്നത്. അത് പാർട്ടി അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഇവിടുത്തെ വാർഡ് കമ്മിറ്റിക്ക് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബലം പിടിച്ച് മേടിച്ചൊരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അത് നമ്മളങ്ങനെ ഒരു ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ബലം പിടിച്ചത് എന്താണെന്ന് വെച്ചാൽ 13 കൊല്ലമായിട്ട് അവർ ഇവിടുത്തെ ഈ 12ാം ഡിവിഷൻ്റെ ആശാ വർക്കറായിരുന്നു. ഈ കൊറോണ സമയം എനിക്ക് വേണ്ടിയിട്ട് എന്നെ കാണാൻ വന്നതിൻ്റെ പേരിൽ ക്വാറന്റൈനിൽ പോയ ആളാണ് ഈ ആശാ വർക്കർ. അപ്പോൾ വളരെ നല്ല രീതിയിലുള്ള വാർഡിൽ ഒരാൾക്കും ഇവരെ കുറിച്ചിട്ട് ഒരു മോശം അഭിപ്രായമില്ല. എല്ലാവരും ഒരു പരിചിത മുഖമാണ്, ഒരാളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മൾ ഒരു ബന്ധമില്ലാത്ത ദിവ്യ പ്രമോദിനെ ജയിപ്പിച്ചെടുത്താണ് ഇവിടെ. അപ്പോൾ എന്തുകൊണ്ടും ദേവയാനീനെ ഇവിടുന്ന് ജയിപ്പിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും. അത് 100% ഉറപ്പാണ്. നമ്മൾ പണിയെടുത്താൽ നമുക്ക് ജയിപ്പിക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് ആർക്കും ഒരു ഓവർ ആത്മവിശ്വാസം ആർക്കും വേണ്ട. പണിയെടുത്താലേ ജയിക്കാൻ പറ്റുള്ളൂ. ശരിക്കും പണിയെടുക്കണം. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും, പ്രത്യേകിച്ച് നേതാക്കന്മാർക്ക്, ഇവരൊക്കെ എന്ന് വെച്ചാൽ പറഞ്ഞ പോലെ രാവും പാലുമില്ലാണ്ട് ഒരുപാട് മീറ്റിങ്ങുകൾ, നമുക്കിവിടെ ഇച്ചിരി നേരം വൈകിയപ്പോൾ നമുക്ക് ഒരുപാട് പ്രയാസം. ദിലീപ് സാറൊക്കെ ആരാന്ന് വിചാരിച്ചിട്ടാ? സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്നു. അപ്പോൾ അവരൊക്കെ ചെറിയ ആളുകളൊന്നുമില്ല. നമുക്ക് പിന്നെ ഇവിടെ വന്നിട്ട് നിന്ന് പ്രസംഗിക്കുമ്പോൾ അവരെ നമുക്ക് അവർ ചെറുതായിട്ട് തോന്നുള്ളൂ. അതുപോലെ ഒരാളെ ഇപ്പം ദിലീപ് സാറിൻ്റെ വില അറിയണമെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് എന്നാലേ ദിലീപ് സാറിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇവിടെ ഈ മുനിസിപ്പാലിറ്റി ആയ കാലം മുതൽ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ഇപ്പോൾ ഈ 4 ടൈമിലും ദിലീപ് സാറാണ്. അപ്പോൾ അത് നമുക്ക് ഇച്ചിരി സമയം വൈകുമ്പോഴത്തേക്കും നമുക്ക് ബുദ്ധിമുട്ടാണ്. അവർ ഇത് നേരം വെളുക്കുമ്പോൾ മുതൽ അവരിങ്ങനെ ഓടി നടക്കുകയാണ്. അപ്പോൾ എല്ലാവരും അത് നമ്മൾ ആ പ്രിയയുടെ അടുത്താണെങ്കിലും നമുക്ക് പറയാനുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം കാണാവുന്ന, അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, ഇന്നലെ ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് കുറേ നേരം സംസാരിച്ചായിരുന്നു. മാക്സിമം നമ്മൾ ഓരോരുത്തരെയും കണ്ടിട്ട്, ഞാനിപ്പോൾ ഈ അന്നന്ന് വൈകുന്നേരം നമ്മൾ സ്ഥാനാർത്ഥിയുടെ അടുത്ത് നമ്മൾ അഭിപ്രായം ചോദിക്കും. എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ അഭിപ്രായം ചോദിക്കും. നമ്മളൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും സംശയമുള്ള, ഇപ്പം നമുക്ക് ഒരു ആരായിട്ട് സംസാരിക്കുമ്പോൾ അറിയാമല്ലോ നമുക്ക് കിട്ടോ ഇല്ല എന്നുള്ളത്. അപ്പം അത് നമുക്കത് അന്നന്ന് വൈകുന്നേരം നമ്മളുടെ പ്രവർത്തനങ്ങൾ അന്നന്ന് വിലയിരുത്തിയിട്ട് മുമ്പോട്ട് പോകണം. ഇവിടെ UDFന് ഒറ്റക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടിയാലാണ് മുനിസിപ്പാലിറ്റിയിൽ മര്യാദക്ക് ഭരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സ്വാതന്ത്ര്യനെ അങ്ങോട്ട് വലിച്ച് ഇങ്ങോട്ട് വലിച്ച് അപ്പുറത്തേക്ക് വലിച്ച് ഇവിടെ ഈ കളി അതിൻ്റെ കാരണം ഒറ്റക്ക് ഭൂരിപക്ഷം കിട്ടാത്തതുകൊണ്ടാണ്. നല്ല ഭരണം നല്ലതാണ്. നമ്മളുടെ കാഴ്ചപ്പാടിൽ ചില ആളുകൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നമുക്ക് മറുപടി പറയാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. ഇവിടെ ഇപ്പോൾ 48 സീറ്റുള്ളതിൽ ഒരു 10-30 സീറ്റ് കിട്ടി നമ്മൾ അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല ഭരിക്കാനായിട്ട്. ഇതാൽ ഈ സ്വാതന്ത്ര്യം അങ്ങോട്ട് പോകും. അവനിക്ക് വൈസ് ചെയർമാൻ കിട്ടണം, മറ്റവനിക്ക് ചെയർമാൻ സ്ഥാനം കിട്ടണം, സ്റ്റാൻഡിങ് കമ്മിറ്റി കിട്ടണം.
അപ്പൊ അത് നമ്മൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും പണിയെടുത്താലേ നടക്കുള്ളൂ. അല്ലാതെ നമ്മൾ ഈ മറ്റേ ഉപാധിയും കൊണ്ടൊന്നും ഒരു കാര്യം നടക്കൂല. ഞങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല 2 റൗണ്ട് നമ്മൾ കഴിഞ്ഞ് ഒരു മിനിമം ഒരു 5 റൗണ്ടെങ്കിലും നമ്മൾ കയറണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യണം. അപ്പൊ ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഇവിടെ കൂടി എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി. സ്ഥാനാർത്ഥികൾക്ക് 2 പേർക്കും വിജയാശംസ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ശാഖയുടെ സെക്രട്ടറിയാണ്. ഞങ്ങളുടെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ഥാനാർത്ഥി ആരായാലും ആ സ്ഥാനാർത്ഥിനെ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പരിശ്രമം ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ദിലീപ് സാറ് പറഞ്ഞ പോലെ ഒരു വോട്ടിന് നമ്മൾ പുറകിലാണെന്നുള്ള ഒരു ചിന്തയിൽ നമ്മളുടെ പ്രവർത്തനം മുന്നോട്ട് പോകണം. അപ്പോൾ 2 സ്ഥാനാർത്ഥിമാരും നല്ല രീതിയിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ കൂടി എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിപ്പിച്ചുകൊണ്ട്